ജനുവരി 1, 2024, അതായത് ന്യൂ ഇയർ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ കേരളക്കര തുറന്ന് കാണുന്നത് മാത്യു ബെന്നി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് തൻ്റെ 13 പശുക്കളെ നഷ്ടമാകുന്ന വാർത്തയും കേട്ടാണ്. അന്ന് ആ വിദ്യാർത്ഥി കേരളക്കരയിലുടനീളമായി പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ ഉപജീവന മാർഗമായി ഇത്രയും പശുക്കളെയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ താനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. വെറ്റിനറി ഡോക്ടർ ആവണമെന്ന ആഗ്രഹം അദ്ദേഹം ഈ കേരളക്കരയിൽ എല്ലാവരോടും തുറന്നു പറയുകയാണ്. ആ ആഗ്രഹം സാധ്യമാക്കണം എന്ന ഏക ലക്ഷ്യവുമായി ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിനെ പ്രതിനിധീകരിച്ച് ഏതാനും സംഘങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും പഠന സഹായം സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാത്യു ബെന്നി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏറെ സന്തോഷത്തോടുകൂടെ ബ്രില്യൻ ഫാമിലിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അന്ന് ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് മാത്യൂസ് ബെന്നിയെ കേരളക്കര കണ്ടത്. എന്നാൽ ഇന്ന് നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ സന്തോഷത്തോടെ, നിറഞ്ഞ ചിരിയോടെ അദ്ദേഹം ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിലേക്ക് കയറി വന്ന കാഴ്ച നിങ്ങൾ കണ്ടു. മറ്റ് വിശേഷങ്ങൾ നമുക്ക് മാത്യൂസ് ബെന്നിയോട് തന്നെ ചോദിച്ചറിയാം. ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മാത്യു ബ്രില്യൻ ഫാമിലിയിലേക്ക് കയറി വന്നത്. യെസ്, ഒരു സ്വന്തം ഫാമിലിയിലേക്ക് കയറി വന്ന പ്രതീതിയാണ് നമ്മുടെ ബ്രില്യൻ ഫാമിലിയിലേക്ക് വന്നപ്പോഴും മോൻ കണ്ടു. മോനെ എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇവിടെയുള്ള ഓരോരുത്തരും സ്വീകരിച്ചത്. പലരെയും കണ്ടു. മോൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഇനി 2 വർഷം ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വെറ്റിനറി ഡോക്ടർ എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ കാൽവെപ്പ് നടത്തിയിരിക്കുന്നത്. എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം റൈറ്റ് പ്ലേസ് ആണ്. നിരവധി വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചരിത്ര ഭൂമിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു ബ്രില്യനിലേക്ക് വന്നപ്പോൾ? വളരെ സന്തോഷം തോന്നി. അന്ന് വീട്ടിൽ വന്ന് തരികയും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് കൊണ്ടെത്തുന്ന ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്നും പറയുകയും ചെയ്തു. ഞങ്ങൾ ഇന്ന് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇന്ന് ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു തരികയുണ്ടായി. സോയി സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ മോന് പറഞ്ഞു തന്നു നമ്മുടെ കോഴ്സിനെ കുറിച്ചുമൊക്കെ. അപ്പോൾ എന്ത് തോന്നി മോന്? ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്നാ പഠിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ സാറുമാർ പറഞ്ഞു തരികയും ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുകയും ചെയ്ത് ഞങ്ങൾ മനസ്സിലാക്കി തരികയും പിന്നെ ഓൺലൈനും ഓഫ്ലൈനായിട്ട് പഠിക്കാനൊക്കെ അവസരങ്ങൾ തരാമെന്നൊക്കെ പറയുകയും ചെയ്തു. ഓക്കെ, ബ്രില്യനിൻ്റെ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യാനാണ് ഇപ്പോൾ മോൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓഫ്ലൈനായിട്ട് തന്നെ വന്ന് പഠിക്കാനാണ് അല്ലേ? എങ്ങനെയുണ്ട്? 10ാം ക്ലാസ്സിൽ നല്ലൊരു സ്കോറൊക്കെ കരസ്ഥമാക്കി വീടിനും നാടിനും ഒക്കെ അഭിമാനമായിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ 10ലെ എക്സാമൊക്കെ കഴിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് ഇനി 2 വർഷത്തിനുള്ളിൽ നമ്മൾ വെറ്റിനറി ഡോക്ടർ എന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ബ്രില്യൻ്റെ ഒപ്പം നിന്ന് ശ്രമിക്കും. എനിക്ക് മൃഗ ഡോക്ടർ ആകുവാനാണ് എനിക്കിഷ്ടം. അതാണ് എൻ്റെ ലക്ഷ്യം. അത് ബ്രില്യൻ്റുകാർ കൊണ്ട് തരികയും ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് കൂടുതൽ ധൈര്യം തരികയും ചെയ്തു. ആ ധൈര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി ബ്രില്യൻ ഫാമിലിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് അഡ്മിഷനൊക്കെ എടുത്തു. ഈ 2 വർഷത്തെ തയ്യാറെടുപ്പുണ്ട് ഇതിൻ്റെ പിന്നിൽ അല്ലേ? നല്ല മിടുക്കനായൊരു വിദ്യാർത്ഥിയാണ്. പഠിക്കാനൊക്കെ നല്ല അമ്മയും ചേട്ടനും ഒക്കെ അവരൊക്കെ എനിക്ക് തോന്നുന്നു എത്തിപ്പെടാൻ പറ്റിയില്ല അല്ലേ? അവരൊക്കെ എന്ത് പറയുന്നു? അവർക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ അവിടെ പശുക്കളെല്ലാം നോക്കണം കൊണ്ട് അമ്മയും ചേട്ടായി അവിടെയാണ്. എന്നാലും ഇങ്ങോട്ട് ധൈര്യപൂർവ്വം കടന്നു വരാം എന്നുള്ളൊരു വിശ്വാസം ബ്രില്യൻ ടീം മോന് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ തന്നെ വന്ന് അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ എടുത്തു. എൻ്റെ കൂടെ കസിൻ ചേട്ടായി കൂടെ വന്നായിരുന്നു. ആ ചേട്ടായി എന്നെക്കാളും അറിവുണ്ടായും കൊണ്ട് ആ ചേട്ടൻ എൻ്റെ കൂടെ സഹായിക്കുകയും ചെയ്തു. അതായത് കസിൻ ചേട്ടൻ്റെ ഒപ്പമാണ് വന്നത് അല്ലേ? അമ്മയും ചേട്ടനും ഒക്കെ കസിൻ ചേട്ടൻ്റെ ഒപ്പം ധൈര്യത്തോടു കൂടി കൊടുത്തു വിട്ടു അല്ലേ? ഇവിടെ വന്ന് ചേട്ടായിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് സാറന്മാരോട് അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ വീട്ടിലെല്ലാവരും? എല്ലാവർക്കും ഹാപ്പി. ഓക്കെ, ഇപ്പോൾ എത്ര പശുക്കളുണ്ട് നിലവിൽ? ഇപ്പം മൊത്തം 23. ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ പോവുകയാണ് അല്ലേ? ഒരുപാട് മൃഗങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു സ്വപ്നം എന്ന് മുതൽ അമ്മോൻ്റെ മനസ്സിൽ ആരംഭിച്ചു തുടങ്ങണം? ഇത് പശുവിനെ പണ്ടേ മുതൽ വളർത്തുന്നതുകൊണ്ട് പശുവിൻ്റെ ഓരോ രോഗവും അതിനെന്നാ ചികിത്സിക്കുന്നതൊക്കെ അറിയായിരുന്നു. ആ ലക്ഷ്യം വെച്ചാണ് ഡോക്ടറാകാൻ വേണ്ടി എനിക്ക് കൂടുതൽ താല്പര്യം വന്നു. മൃഗ ഡോക്ടറായ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് വേണം. അങ്ങനെ എൻ്റെ പശുവിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. അതുകൊണ്ടാണ് മൃഗ ഡോക്ടറാകാൻ കൂടുതൽ ആഗ്രഹം തോന്നിയത്. ഞാൻ കേട്ടിട്ടുണ്ട് പശുക്കൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ
മോൻ തന്നെയാണ് അന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അന്ന് മുതലേ ഒരു കൊച്ച് മൃഗ ഡോക്ടറാണ് അല്ലേ, ചെറുപ്പം മുതലേ? ഓരോ സംശയങ്ങളും ഡോക്ടർമാർ ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ പ്രസവമൊക്കെ എടുക്കാറുണ്ട്. മാർച്ച് 13-ാം തീയതി അന്ന് പരീക്ഷയുള്ള ദിവസമായിരുന്നു. അന്ന് 3 എണ്ണത്തിനെ പ്രസവം എടുത്തിട്ടാണ് സ്കൂളിൽ പോയത്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതായത് ഈ ഒരു മൃഗ ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു വെറ്റിനറി ഡോക്ടർ ആവണമെന്നുള്ളൊരു സേവനത്തെ ഇദ്ദേഹം ഉൾക്കൊള്ളുന്നത് സ്വന്തം ജീവിതത്തിൽ നിന്നും അതിൻ്റെ വില എത്രമാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുമാണ്. ഓരോ ജീവജാലങ്ങളെയും നമുക്ക് എത്രമാത്രം സ്നേഹിക്കാനാവും എന്നുള്ളതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാത്യു ബെന്നി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. കാരണം തൻ്റെ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിൽ SSLCക്ക് പോകുന്ന സമയത്ത് 3 പശുക്കളുടെ പ്രസവം എടുത്തിട്ട് എക്സാമിന് പോവുക, ആ എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കുക, ലക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ചുവടുവെപ്പാണ് ഇത് എന്നതിൽ ഒരു സംശയവുമില്ല. മോനെ, എല്ലാവിധ ആശംസകളും. മോനെ ഏറെ സ്നേഹത്തോടെ ബ്രില്യൻ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്നായിട്ട് പഠിക്കണം. പഠിക്കും അല്ലേ? 2 വർഷം നമ്മുടെ മുമ്പിലുണ്ട്. ആത്മാർത്ഥമായിട്ട് പഠിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. നന്നായിട്ട് പഠിക്കും. നീറ്റ് പരീക്ഷയ്ക്ക് നല്ല സ്കോർ നേടാൻ പരിശ്രമിക്കും. ആ ഒരു ആത്മവിശ്വാസമുണ്ട് അല്ലേ? അപ്പം നീറ്റ് 2027 ഒരു വെറ്റിനറി ഡോക്ടർ ആവാനുള്ള സ്കോർ മോൻ കരസ്ഥമാക്കിയിരിക്കണം. എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.